أولئك هم الصادقون. മുമ്പിൽ കുറച്ച് സീറ്റ് ഉണ്ട്. പുരുഷന്മാരുടെ ഭാഗത്ത് മുമ്പോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിൽ വരുന്ന ആളുകൾക്ക് ഇങ്ങനെ ഇരിക്കാം. ഇൻഷാ അല്ലാഹ്. 14-ാം അധ്യായം 49-ാം അധ്യായം 14-ാമത്തെ വചനം. നമ്മൾ അവസാനമായി പറഞ്ഞു നിർത്തിയത് യാ യുഹന്നാസ്, ജനങ്ങളോട് പറയാണ്, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ജനങ്ങളെ നിങ്ങൾ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതഅറഫു, നിങ്ങൾക്കിടയിൽ നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഗോത്രങ്ങളും അതേപോലെ ശാഖകളും ഉണ്ടാക്കിയത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമൻ, ഗോത്രങ്ങളിൽ ഏറ്റവും ഉന്നതനാരോ അവനല്ല, അല്ലെങ്കിൽ വലിയ തറവാടിയാരോ അവനല്ല, മറിച്ച് തഖ്വയുള്ളവനാണ്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അള്ളാഹു സൂക്ഷ്മമായി സർവമായി അറിയുന്നവനാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നമ്മൾ ഈ സൂറത്ത് തുടക്കം മുതലേ പറഞ്ഞു വന്നിട്ടുള്ളത് അഅറാബികളായ ആളുകളെ കുറിച്ചായിരുന്നു. അതായത് അഅറാബികളായിട്ട് ഉള്ള ആളുകൾ അവർ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരെ മര്യാദ പഠിപ്പിക്കാൻ, മുസ്ലിമീങ്ങളെ മുഴുവൻ മര്യാദ പഠിപ്പിക്കാനും അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർ പാലിക്കേണ്ടുന്ന മര്യാദകൾ പഠിപ്പിക്കുവാനും അതൊക്കെയാണ് ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കി വന്നത്. വീണ്ടും തിരിച്ച് അവരിലേക്ക് തന്നെ വരികയാണ് ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത്. ഖാലത്തിൽ അഅറാബു ആമന്ന, ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഖാലത്തിൽ അഅറാബു, അഅറാബികൾ, അഅറാബികൾ എന്ന് പറഞ്ഞാൽ പിന്നെ അറബികളായിട്ടുള്ള ആ നാട്ടിൽ മദീനയിലല്ല, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന അഅറാബികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു, അഥവാ മരുഭൂവാസികളായ ഗ്രാമീണരായ ആളുകൾ പറഞ്ഞു, ആമന്ന, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. ആമന്ന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചിരിക്കുന്നു. ഖുൽ, അപ്പോൾ പ്രവാചകരെ താങ്കൾ പറയണം, ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. വലാകിൻ ഖൂലു അസ്ലംന, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തിട്ടു, നിങ്ങൾ പറഞ്ഞേക്കുക, വലാകിൻ ഖൂലു അസ്ലംന, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കീഴ്പ്പെട്ടിട്ടുണ്ട്, മുസ്ലിമായിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞോളി, പക്ഷെ മുഅ്മിനായിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയരുത്. വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ സത്യവിശ്വാസം പ്രവേശിച്ചിട്ടേയില്ല. വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും വഇൻ തുതീഉല്ലാഹ വറസൂല, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന പക്ഷം, വ റസൂലഹു, അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്ന പക്ഷം, ലാ യലിത്കും, അവൻ നിങ്ങൾക്ക് കുറവ് വരുത്തുകയില്ല, മിൻ അഅമാലിക്കും, നിങ്ങളുടെ കർമ്മങ്ങളിൽ നിന്ന് ഷൈഅൻ, യാതൊന്നും, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു ഗഫൂറുൻ, വളരെ പൊറുക്കുന്നവനും, റഹീം, കരുണാനിധിയുമാണ് എന്ന്. അതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ആയത്തിൽ അഅറാബികളെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഖാലത്തിൽ അഅറാബു ആമന്ന, അഥവാ അഅറാബികളായിട്ടുള്ള ആളുകൾ, പല ആളുകളും ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്രവാചകൻ്റെ അടുക്കൽ വന്നത്. അങ്ങനെ ഈ അഅറാബികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഭൗതികതയോട് വലിയ താല്പര്യമാണ്. അപ്പം അഅറാബികളായിട്ടുള്ള ആളുകൾ പറയുന്നത്, ആമന്ന, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലാകിൻ ഖുൽ, പ്രവാചകരെ പറയുക, ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, നിങ്ങൾ എന്തേ ആയിട്ടുള്ളൂ, വലാകിൻ ഖുലു അസ്ലംന, മുസ്ലിം ആയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? മുസ്ലിം, മറ്റേത് മുഅ്മിന്. അവർ പറയാണ് ഞങ്ങൾ മുഅ്മിനായിട്ടുണ്ട്, അല്ലെങ്കിൽ ആമന്ന, വിശ്വസിച്ചിരിക്കുന്നു. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ മുസ്ലിം ആയിട്ടില്ല, മുഅ്മിനായിട്ടില്ല, മുസ്ലിം ആയിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ എന്നാണ്. അപ്പം എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം? മുസ്ലിം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരാൾ മുസ്ലിം ആവുക, ഒരാൾ ഷഹാദത്ത് കലിമ ചൊല്ലിയ ആൾ മുസ്ലിമായി, സത്യപ്പെടുത്തുക, കീഴ്പ്പെടുക, അള്ളാഹുവിൽ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ ഒരാൾ മുസ്ലിമായി. എന്നാൽ മുഅ്മിനാണെങ്കിൽ നമ്മളൊക്കെ ഷഹാദത്ത് കലിമ അംഗീകരിച്ച ആളുകളാണ്, നമ്മളൊക്കെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളുകളാണ്. ആ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് നമ്മൾ മുസ്ലിം ആയിട്ടുണ്ടാകാം, പക്ഷേ മുഅ്മിനായിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കണം. എപ്പോഴാണ് ഒരാൾ മുഅ്മിനാവുക? മുഅ്മിനാവുക എന്ന് പറഞ്ഞാൽ അയാൾ പ്രഖ്യാപിക്കുക, അതൊന്ന് മുസ്ലിം ആകുന്നത് പോലെ മുഅ്മിനാകും. രണ്ടാമത് സത്യപ്പെടുത്തി, മൂന്നാമത് അയാളുടെ കർമ്മത്തിൽ അത് തെളിയണം, അയാളുടെ മനസ്സിൻ്റെ ആഴത്തിലുള്ള വിശ്വാസത്തിലും അയാൾ പിന്നീടുള്ള പ്രവർത്തനത്തിലൊക്കെ അത് തെളിയണം. അപ്പോഴാണ് ഈമാൻ എന്ന് പറയും. ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഒരു മുഅ്മിൻ ഉണ്ടാകുന്ന പ്രത്യേകതകൾ
അള്ളാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിലും വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നമൽ മുഅ്മിനൂന എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്. 8-ാം അധ്യായം സൂറത്തുൽ അൻഫാലിലെ 2-ാമത്തെ വചനം മുതൽ നിങ്ങളൊക്കെ വായിച്ച ആയത്തായിരിക്കും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും എന്നാണ്. ആരാ ഒരു മുഅ്മിൻ? ഒരു മുഅ്മിനെ കുറിച്ച് പറയാണ്, ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വന്നാൽ അവൻ്റെ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങുന്നതാണ്. ഒരു മുസ്ലിമിൻ്റെതല്ല, ഒരു മുഅ്മിൻ്റെത്. അതെങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരുമ്പം അവൻ്റെ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങുക? എങ്ങനെ അവനൊരു അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവനെങ്ങനെ പേടിയുണ്ടാവും? ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ, അല്ലെ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അള്ളാഹിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കേണ്ട ഒരാളല്ലേ? അത് നമ്മൾ വിശദീകരണത്തിലേക്ക് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഒരു വിശ്വാസി അവൻ അള്ളാഹുവിനെ മറക്കുന്ന സമയത്താണ് അവൻ പല തെറ്റുകളിലേക്കും പോവുക. ആ തെറ്റുകളിലേക്ക് അവൻ പ്രവേശിക്കുമ്പോഴാണ് ഒരാൾ അയാളോട് വന്ന് പറയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് തെറ്റാണ്. അല്ല, അയാൾ മറ്റേതെങ്കിലും വഴി, അതെ ഞാൻ ചെയ്യാൻ പോകുന്ന തെറ്റാണല്ലോ, റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് കാണുന്നുണ്ടല്ലോ, അങ്ങനെയെങ്കിൽ എന്തായിരിക്കും നാളെ എൻ്റെ അവസ്ഥ? ആ സമയത്ത് അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വന്നിട്ട് ആ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വന്നതുകൊണ്ടുള്ള ഒരു ഭയം, അതാണ് വജിലത് ഖുലൂബുഹും, അവൻ്റെ ഹൃദയങ്ങൾ പേടിക്കുന്നതാണ്. നമ്മളൊരു തെറ്റിലേക്ക്, നമ്മുടെ ചുറ്റുപാട് ആരും ഇല്ല എന്നൊക്കെ ഉറപ്പിച്ചാലും നമ്മൾ അള്ളാഹിനെ മറന്നുപോയാലും മറന്നുപോകാം, സ്വാഭാവികം. പക്ഷേ അപ്പോൾ ഓർമ്മ വന്നിട്ട് നമ്മുടെ ഹൃദയങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗുണമായിട്ട് പറയാണ്. രണ്ടാമത് പറയാണ്, വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന. അവൻ്റെ ആയത്തുകൾ ഒരു വിശ്വാസിയുടെ മേലേക്ക് ഇറങ്ങുമ്പം അവൻ്റെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. ആയത്ത് എന്ന് പറയുമ്പം അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അല്ലെങ്കിൽ ഖുർആനിലെ ആയത്തുകൾ. നമ്മൾക്ക് ഒരുപാട് ആയത്ത് കേൾക്കുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. പക്ഷേ അവൻ്റെ ഈമാൻ വർദ്ധിക്കുന്നു പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വല്ല മാറ്റം ഉണ്ടോ? എന്നാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റ്, അത് തെറ്റാണെന്ന് നമ്മൾ പല ഖുർആൻ ക്ലാസ്സിനും പല പ്രസംഗത്തിനും ഖുത്തുബകളിലും കേട്ട് നമ്മൾ മനസ്സിലാക്കി. ആ ഖുത്തുബ കേട്ടത് കൊണ്ട്, അല്ലെങ്കിൽ ഖുർആൻ ആയത്ത് കേട്ടത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടോ? എന്നാണ്. നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെ ഒരു നന്മയുണ്ട് എന്നറിഞ്ഞു. പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ പുതിയ ചേർത്തതല്ല, നമുക്കറിയാത്ത. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സുന്നത്ത് നമസ്കാരത്തെ പറ്റി നമുക്കറിയില്ല വിചാരിക്കും. അത് നമ്മൾ ഒരു ക്ലാസ്സിന് പോയി കേട്ടു, സുന്നത്ത് നിസ്കാരമുണ്ട്, 5 നേരത്തെ നമസ്കാരം ഫർദിന് അതിന് പുറമെ സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, നിസ്കരിച്ച വലിയ പ്രതിഫലമുണ്ട്, നമ്മൾ മനസ്സിലാക്കി. അത് നമ്മൾ കേട്ടു പോകുന്നതും അത് കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റി അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതും, അതാണ് ഒരു വിശ്വാസിയുടെ ഗുണം. രണ്ടാമതായിട്ട് പറയുന്നത്. മൂന്നാമത് പറയുന്നത് വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്നാണ്. സൂറത്തുൽ അൻഫാൽ പറയുന്ന ആയത്താണ് കേട്ടോ, ഇതിലല്ല. മുഅ്മിനാരാന്ന് പറയാണ്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നവൻ ഏതൊക്കെ മേഖലകളിൽ, ഏതൊക്കെ സന്ദർഭങ്ങളിൽ, മുഴുവൻ സന്ദർഭങ്ങളിൽ. അവന് അസുഖം വന്നാൽ അവൻ ആദ്യം അള്ളാഹിനോട് പറയും, എന്നിട്ടാണ് അവൻ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിൽ പോവുക. കാണിക്കേണ്ടെന്നല്ല, പക്ഷേ അതിന് മുന്നേ അള്ളാഹിനോട് വേവലാതി പറയും. ഒരു സന്തോഷം ഉണ്ടായാൽ പോയി അങ്ങോട്ട് ആഘോഷിക്കുകയല്ല, മറിച്ച് ആത്മാർത്ഥമായിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാം. അതിന് ശേഷം എന്താണ് അത് ആ രൂപത്തിൽ. ഇനി വലിയ സങ്കടം ഉണ്ടായാൽ നമ്മൾ കാണുന്നുണ്ട്, ഗസയിലെ അല്ലെങ്കിൽ ഫലസ്തീനിലെ പിഞ്ചു മക്കളും വലിയ ആളുകളും മക്കളെയും അനാഥരായിട്ട്, അല്ലെങ്കിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട്, കുടുംബക്കാരെ നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ട്, എന്നിട്ട് ചില ആളുകൾ പറയുന്ന കാണാൻ പറ്റും, അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ, എനിക്ക് ഇത്രയല്ലേ പഠിച്ചോന്ന് തന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതെൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണ്. അവിടെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, അതിന് പകരം ഒരു ചെറിയ പ്രയാസം വരുമ്പോഴേക്കും ആത്മഹത്യയിലേക്ക് പോകുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ, ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ അല്പനേരത്തേക്കുള്ള ആശ്വാസത്തിന് വേണ്ടി ലഹരി പദാർത്ഥങ്ങളിലേക്ക് പോകുന്ന ഇന്നത്തെ തലമുറ, അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, അവിടെയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഗുണം. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഒരു വിശ്വാസിക്കുണ്ട്, ഒരു മുഅ്മിനുണ്ട്, മുസ്ലിമിനപ്പുറത്തേക്ക് മുഅ്മിനാകുമ്പോൾ. എന്നാൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഇവിടെ മുഅ്മിനും മുസ്ലിമും സെപ്പറേറ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ മുസ്ലിമും ഉദ്ദേശിച്ച, മുഅ്മിനും മുസ്ലിമുമായിട്ട് തന്നെ ഉദ്ധരിച്ച സ്ഥലങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ച ഇസ്ലാമും മുഅ്മിനും മുസ്ലിമൊക്കെ ആയിട്ടുള്ള ഇസ്ലാം മതമാണ്. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഖാലത്തിൽ അഅറാബു ആമന്ന കുല്ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും. അവരുടെ ഹൃദയങ്ങളിൽ ലമ്മ എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല എന്നാണ്. ഒരു പക്ഷെ ഉണ്ടായേക്കാം, പ്രവേശിച്ചിട്ടില്ല, പക്ഷെ പ്രവേശിച്ചേക്കാം. നമുക്ക് അറബിയിൽ നിരാകരിക്കുന്നത് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നത് ലെൻ, ലാ, ലം, ലമ്മ ഇതൊക്കെ കാണാൻ കഴിയും. ലാ, ലെൻ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഭാവിയിൽ ചെയ്യില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ലെൻ ഉപയോഗിക്കുക. ലാ എന്ന് ഉപയോഗിക്കുക ഒരിക്കലും ഇല്ല എന്ന് പറയില്ലാണ്. എപ്പോഴും പ്രവേശിക്കുകയില്ല അല്ലെങ്കിൽ പ്രവേശിച്ചിട്ടില്ല
എല്ലാ കാലത്തേക്കും പറയാൻ ലാ ഉപയോഗിക്കും. പിന്നെ ലം ഉപയോഗിക്കുക കഴിഞ്ഞു, പ്രവേശിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടി. ലമ്മ ഉപയോഗിച്ച പ്രവേശിച്ചിട്ടില്ല, പക്ഷെ പ്രവേശിക്കാം. അറബികളെ കുറിച്ച് പറയാണ്, അവരുടെ ഹൃദയങ്ങളിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ല, അവർ ആമന്ന എന്ന് പറയുന്നുണ്ടെങ്കിലും. എന്തുകൊണ്ടാണ് അങ്ങനെ ഖുർആനിൽ പറയാൻ കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറയാണ്, പ്രവാചകരെ ആമന്ന, ഞാൻ വിശ്വസിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന് ആ മനുഷ്യൻ്റെ ഉള്ളു കാണാൻ കഴിയില്ല, ആ മനുഷ്യൻ്റെ മനസ്സിലെന്താണ് എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ആമന്ന എന്ന് പറഞ്ഞാൽ പ്രവാചകൻ വിശ്വസിക്കും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ആ മനുഷ്യൻ്റെ ഉള്ളറിയാം, ഗൈബ് അറിയുന്നവനാണ് അള്ളാഹു. ആ അള്ളാഹു പിന്നെ പ്രവാചകനോട് പറയാണ്, ആ വന്നു പറഞ്ഞ ആളുകൾ ആമന്ന, അല്ലെങ്കിൽ അറാബികളായിട്ടുള്ള ആളുകൾ ആമന്ന എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ യഥാർത്ഥ വിശ്വാസമില്ല, അവർ നാവ് കൊണ്ട് പറയുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ മുസ്ലിമായി അല്ലെങ്കിൽ കീഴൊതുങ്ങി എന്ന് നമുക്ക് പറയാം. എന്നാൽ ആമന്ന എന്ന് പറയാൻ പറ്റൂല. കീഴൊതുങ്ങുക എന്ന് പറഞ്ഞാൽ ഈ ആയത്തുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. മദീനയിൻ്റെ വെളിപ്രദേശമാണ് ബനു അസദ്. ഒരുപാട് ഗോത്രങ്ങളുണ്ട്, അതിൽ ഒന്നാണ് ബനു അസദ് ഗോത്രം. ബനു അസദ് ഗോത്രത്തിലെ മരുഭൂവാസികളായ അല്ലെങ്കിൽ അറാബികളായ ആളുകൾ പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പ്രവാചകരോട് പറയാണ്, പല അറാബികളായിട്ടുള്ള ജനങ്ങളും അങ്ങയോട് യുദ്ധം ചെയ്യാൻ വന്നിട്ടുണ്ട്, പക്ഷെ ആ സമയത്തൊന്നും ഞങ്ങൾ അങ്ങയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല, അത് ഞങ്ങളുടെ ഒരു ഔദാര്യമാണ്, അങ്ങനെ അവർ പറയുന്നത്. അതുകൊണ്ട് താങ്കൾ ഞങ്ങളിപ്പോൾ സഹായിക്കണം, ഞങ്ങൾ ചെറിയൊരു പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞിട്ട് സഹായം ചോദിച്ചവരാണ്. അതായത് പിന്നെ അറാബികളായിട്ടുള്ള ആളുകൾ പലരും യുദ്ധം ചെയ്തിട്ട് പിന്നെയാണ് താങ്കൾ വിശ്വസിച്ചത്, പക്ഷേ നമ്മൾ യുദ്ധമൊന്നും ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ താങ്കളിലേക്ക് വിശ്വസിച്ചു. അതുകൊണ്ട് താങ്കളുടെ സ്വത്തിൽ, താങ്കളുടെ അല്ല പിന്നെ ഇസ്ലാമിലെ സ്വത്തിൽ നിന്നും വല്ലതും ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. ഇവരെ പറ്റിയാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞ എന്താണ്? ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് ഞങ്ങൾ നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാൻ വന്നില്ല, അഥവാ ഞങ്ങൾ കീഴൊതുങ്ങി എന്നൊരർത്ഥത്തിലാണ് ഇവർ അസ്ലംന എന്ന് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. യുദ്ധത്തിന് പുറപ്പെട്ടില്ല, ഞങ്ങൾ കീഴൊതുങ്ങി നിന്നു. അപ്പോൾ അസ്ലംന നിങ്ങൾ പറഞ്ഞു, പക്ഷേ ആമന്ന നിങ്ങളായിട്ടില്ല എന്ന് അള്ളാഹു പറയാണ്. അപ്പോൾ അറാബികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതികതയോട് വലിയ താല്പര്യമാണ്. ഒരുപാട് അറബിൽ ഭൂരിഭാഗം ആളുകൾ, എല്ലാവരും എന്നല്ല, ഭൂരിഭാഗം ആളുകൾ അവരിൽ ചിലർ ചിലവഴിക്കുന്നത് തന്നെ സൂറത്ത് തൗബയിൽ നമുക്ക് കാണാൻ പറ്റും. അവർ ചിലവഴിക്കുന്നത് നഷ്ടമായിട്ട് കണ്ടിരുന്ന ആളുകളാണ്. യഥാർത്ഥത്തിൽ ചിലവഴിക്കുക, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ പരലോകത്തേക്കുള്ള വലിയൊരു നേട്ടമായിട്ട് നമ്മൾ കാണണം ഒരു വിശ്വാസി, അല്ലേ? വലിയൊരു നാളെ നമുക്ക് അതിൻ്റെ എത്രയോ മടങ്ങായിട്ട് തിരിച്ചു കിട്ടാം. ഒരു പക്ഷേ അത് ഇന്ന് തന്നെ നമുക്ക് കിട്ടാം. അതായത് അങ്ങനെ നമ്മൾ വിശ്വസിക്കുക, അത് അള്ളാഹു നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ തരും. പക്ഷേ അവരെ നഷ്ടമായിട്ട് കാണും. ചില ആളുകൾ കടം കൊടുക്കുന്ന പോലെ കാണും, എന്നിട്ട് കൊടുത്താൽ അതിലും കൂടുതൽ തിരിച്ചു കിട്ടണം, അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുക. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പല അറാബികൾക്കും ഉണ്ടായിരുന്നത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു അറാബി പ്രവാചകൻ ഒരു ഖിദ്മത്ത് ചെയ്തു, ഒരു സഹായം ചെയ്തിട്ട് പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകൻ ചോദിച്ചു, താങ്കൾക്ക് എന്താണ് വേണ്ടത്? പ്രവാചകൻ അങ്ങനെയാണ്, പ്രവാചകൻ ആര് ഖിദ്മത്ത് ചെയ്താലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കും. അപ്പോൾ പറഞ്ഞു, എനിക്ക് സഞ്ചരിക്കാൻ ഒരു ഒട്ടകവും ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി കുറേ ആടുകളും, പാല് കറന്ന് ജീവിക്കാൻ വേണ്ടി കുറേ ആടുകളും വേണമെന്നാണ് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് അറാബികൾ. എന്നാൽ എല്ലാ അറാബികളും അങ്ങനെയാണോ? അല്ല. സൂറത്ത് തൗബയിൽ തന്നെ പിന്നെ 99-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും, വമിനൽ അഅറാബി മൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ വയത്തഖിദു മാ യുൻഫിഖു ഖുർബാത്തിൻ ഇൻദല്ലാഹി വസലവാത്തിർ റസൂൽ അലാ ഇന്നഹും ഖുർബത്തുൽ ലഹും സയുദ്ഖിലുഹുമുല്ലാഹു ഫി റഹ്മതിഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും തങ്ങൾ ചെലവഴിക്കുന്നതിനെ അള്ളാഹുവിങ്കിൽ സാമീപ്യത്തിനുതകുന്ന പുണ്യകർമ്മമാക്കുകയും റസൂലിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മാർഗവും ആക്കി തീർക്കുകയും ചെയ്യുന്ന ചിലരും അറാബികളുടെ കൂട്ടത്തിലുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അറാബികൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. നമ്മൾ പിന്നെ ഈ സൂറത്തിൻ്റെ ആദ്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു അറാബി പ്രവാചകൻ്റെ പള്ളിയിലേക്ക് വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളീൻ്റെ അകത്തേക്ക് ഒട്ടകമായി വന്ന് അവിടെ ഒട്ടകത്തെ വെച്ചിട്ട് അവിടെയുള്ള ആളുകളോട് ചോദിക്കുകയാണ്, മൻ മിൻകും അബ്ദുൽ മുത്തലിബ്, ആരാണ് അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചിട്ട് ആ മനുഷ്യനാണെന്ന് പറഞ്ഞപ്പം, ഓക്കെ, നിങ്ങളാണോ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ? അതെ എന്ന് പറയണം. അപ്പം പിന്നെ അല്ലാഹു അർസലക ബിഹാദ, താങ്കളെ അള്ളാഹു ആണോ ഇത് നിയോഗിച്ചത്, ഇസ്ലാമിന് വേണ്ടി നിയോഗിച്ചത്? അതേന്ന് പറയണം. അപ്പം ആ മനുഷ്യൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ട് പിന്നെ പറയാണ്, ഞാനിതാ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഇനി എൻ്റെ കൗമിലേക്ക് നിങ്ങൾ ഒരാൾ അയക്കണ്ട, നിങ്ങളുടെ റസൂലാണ് ഞാനെന്ന് പറഞ്ഞാണ് മനുഷ്യൻ പോകുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ കൗമിലുള്ള ആളുകളിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അതിന് നിങ്ങളൊരാൾ അയക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ അറാബി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ അങ്ങനെയുള്ള അറാബികളെയും നമുക്ക് കാണാൻ കഴിയും.
അതുപോലെ മറ്റൊരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുന്നുണ്ട്, എൻ്റെ മേൽ അള്ളാഹു എന്താണ് നിർബന്ധമാക്കിയിട്ടുള്ളത്? അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് 5 നേരത്തെ നമസ്കാരം. അപ്പോൾ അത്രേ ഉള്ളൂ? അതുള്ളൂ. പിന്നെ സുന്നത്ത് നിസ്കാരം അത് വേണമെങ്കിൽ നിസ്കരിക്കാം, നിസ്കരിച്ചില്ലേ കുറ്റമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയാണ്, എങ്കിൽ ഇതിൽ ഞാനൊന്നും അധികമാക്കുകയോ ഇതിൽ നിന്നൊന്നും ഞാൻ കുറക്കുകയോ ഇല്ല, ആ പറഞ്ഞത് എന്താണോ അത് ഞാൻ ചെയ്യും എന്ന് പറയാം. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ കാണിച്ചിട്ട് ആ മനുഷ്യൻ വിജയിയാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അഅറാബികളിൽ ആ രൂപത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ ആയത്തിലൂടെ പറയുന്നത്, ഈ ഒരു വിഭാഗം നിങ്ങളോട് വന്ന ആമന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്, അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളായിട്ടില്ല എന്നാണ്. വലമ്മ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബി, അവരുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല. വ ഇൻ തുതിഉല്ലാഹ വറസൂലഹു ലാ യലിത്കും മിൻ അഅമാലികും ഷൈഅ, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങളുടെ കർമ്മങ്ങളിൽ നിന്ന് യാതൊന്നും അവൻ നിങ്ങൾക്ക് കുറച്ച് കളയുന്നതല്ല. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയാണ് ഇന്നമൽ മുഅ്മിനൂന, ആരാണ് ഒരു വിശ്വാസി? ഞാൻ പറഞ്ഞില്ലേ കുറേ സ്ഥലത്ത് മുഅ്മിനീങ്ങൾ ആരാണ് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ആയത്തുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുഅ്മിനൂന, ഇന്നമൽ മുഅ്മിനൂന എന്ന് കണ്ടില്ല. അതേപോലെ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയണം ആരാണ് മുഅ്മിനീങ്ങൾ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. നിശ്ചയമായും മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ ആരാണവർ? അല്ലദീന ആമനു, അവർ വിശ്വസിച്ചവരാണ്, ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിച്ച ആളുകളാണ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് അംഗീകരിച്ച് അത് പിൻപറ്റുന്ന ആളുകളാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. എന്നിട്ടോ സുമ്മലം യർതാബു, അതിൽ പിന്നെ അവർക്ക് യാതൊരു സന്ദേഹമോ അല്ലെങ്കിൽ ഒരു സംശയമോ ഇല്ല ആ കാര്യത്തിൽ എന്നാണ്. അവർ അങ്ങേയധികം അത് വിശ്വസിക്കും, അങ്ങേയറ്റം. വജാഹദൂ ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാ, അവർ ജിഹാദ് ചെയ്യും, ബി അംവാലിഹിം അവരുടെ ധനം കൊണ്ടും, വ അൻഫുസിഹിം അവരുടെ ശരീരം കൊണ്ടും, ഫീ സബീലില്ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നാണ്. അപ്പോൾ ഈ അറാബികളായിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുമ്പം അവരുടെ മനസ്സിലേക്ക് വിശ്വാസം ഇറങ്ങിയിട്ടില്ല നമ്മൾ പറഞ്ഞത്, ഈമാൻ. ഹുദൈബിയയുടെ സമയത്ത് പിന്നെ ആമന്ന എന്ന് പറഞ്ഞ ആളുകളെ വിളിക്കുന്നുണ്ട്. നമുക്ക് ഹുദൈബിയക്ക് പോകാൻ വേണ്ടി വിളിച്ചപ്പം അവർ വരാൻ തയ്യാറാകാത്തൊരു സന്ദർഭം നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സമയത്ത് പ്രവാചകൻ വിളിച്ചപ്പോൾ അവർ വന്നില്ല. അതും മുനാഫിക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആരാ മുനാഫിക്കുകൾ? കപട വിശ്വാസികൾ. യഥാർത്ഥത്തിൽ അവർ മുസ്ലിമീങ്ങളാണെന്നല്ലേ പറയാം, പക്ഷേ അവരുടെ ഉള്ളിൽ വേറെ പല വിശ്വാസങ്ങൾ, കപടമായിട്ട് വിശ്വസിക്കുക. അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെയാണ്. ആമന്ന അസ്ലംന, ഈ 2 പദങ്ങളിൽ മുസ്ലിമായിട്ടുണ്ടാകാം അല്ലെങ്കിൽ പിന്നെ സമർപ്പിച്ചിട്ടുണ്ടാകാം, പക്ഷേ ഈമാൻ അവരുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്ന് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിക്കൊണ്ട് പറയാം. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അക്കൂട്ടർ തന്നെയാണ് സത്യവാന്മാർ. അഥവാ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞു, അങ്ങനെയുള്ളവരെ സത്യപ്പെടുത്തി പറയാണ്, അതാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അല്ലാതെ പിന്നെ ഞാൻ യഥാർത്ഥത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ വേണം, നിങ്ങളുടെ സഹായം വേണം എന്ന് പറയുന്ന ആളുകളല്ല എന്നാണ്. എന്നിട്ട് അടുത്ത ആയത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ഇത് തീരും. 16-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ അതുഅല്ലിമൂനല്ലാഹ ബിദീനികും വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ഖുൽ, നബിയെ പറയുക, അതുഅല്ലിമൂനല്ലാഹ്, എന്താ അതുഅല്ലിമൂന? അല്ലമ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലമ പഠിപ്പിക്കുകയാണ്. അതുഅല്ലിമൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണോ? അതുഅല്ലിമൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണോ? ബിദീനിക്കും, നിങ്ങളുടെ ദീനിനെ കുറിച്ച്. വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അല്ലാഹു യഅലമു, അവനറിയാം, മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളത് മുഴുവൻ അവനറിയാം.
എന്നിരിക്കെ നിങ്ങൾ അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണോ? അതായത് അവർ പറയാണ് അള്ളാഹു ആണ് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, അള്ളാഹുവിനെ സത്യപ്പെടുത്തി അള്ളാഹുവിനെ സാക്ഷിയാക്കി പറയാണ്. അപ്പോൾ അള്ളാഹു പറയാണ്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളതൊക്കെ അറിയുന്ന അള്ളാഹുവിന് നിങ്ങളുടെ മനസ്സറിയാനാണോ പണി? അള്ളാഹുവിനെ എല്ലാം അറിയുന്നവനാണ്. അത്വല്ലിമൂനല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണോ? ബിദീനിക്കും, നിങ്ങളുടെ ദീനിനെക്കുറിച്ച് എവിടെ വരെയാണ് നമ്മുടെ വിശ്വാസം എന്ന് കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു. അതിന് പിന്നെ അള്ളാഹിനോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പ് വയ്ക്കുന്നുണ്ട്, നമ്മുടെ മനസ്സിലിരിപ്പ് എന്താണെന്നും നമ്മൾ എന്തിനു വേണ്ടി നിസ്കരിക്കുന്നു, എന്തിനു വേണ്ടി നോമ്പെടുക്കുന്നു, എന്തിനു വേണ്ടി സക്കാത്ത് അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്യുന്നു അള്ളാഹുവിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാത്തിനും അറിവുള്ളവനാണ് എന്ന്. യമുന്നൂന അലൈക അൻ അസ്ലമൂ ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമകും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാനി ഇൻ കുൻതും സാദിഖീൻ. യമുന്നൂന അലൈക അൻ അസ്ലമൂ. യമുന്നൂന എന്താ മന്നാൻ എന്ന് പറഞ്ഞാൽ? മന്നാൻ ആരുടെ പേരാ? അള്ളാഹുവിൻ്റെ പേര്. എന്താ അതിനർത്ഥം? ക്രിയേറ്ററാണോ മന്നാൻ? ഔദാര്യവാൻ. യമുന്നൂന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദാക്ഷിണ്യം കാട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഔദാര്യമായി പറയുന്നു എന്നാണ്. ചെയ്തു കൊടുത്തൊരു കാര്യം ഇങ്ങനെ എടുത്തു പറയാണ്, അതാണ് ഔദാര്യമായിട്ട് പറയുക അല്ലേ. ഇപ്പോൾ ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് അന്നങ്ങനെ ചെയ്തു തന്നിട്ടില്ലേ എന്ന് പറയാം, അഥവാ ഔദാര്യം ചെയ്തത് എടുത്തു പറയാം. അതാണ് അള്ളാഹു പറയുന്നത്. യമുന്നൂന, അവർ ഔദാര്യമായി പറയുന്നു, അലൈക്ക നിന്റെ മേൽ, അൻ അസ്ലമു അവർ ഇസ്ലാം സ്വീകരിച്ചത്, അൻ അസ്ലമു അവർ ഇസ്ലാം സ്വീകരിച്ചത്. അപ്പം ഈ അറാബികളായിട്ടുള്ള ആളുകൾ പ്രവാചകനോട് വന്ന് പറയുന്നില്ല, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ സ്വത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ താ. അപ്പോൾ ഒരു ഔദാര്യമായിട്ട് പറയാണ്. പ്രവാചകൻ എന്തോ വലിയൊരു ഹെൽപ്പ് ചെയ്തതുപോലെ, വലിയൊരു ഔദാര്യം ചെയ്തതുപോലെ വന്ന് പറയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമകും. ഖുൽ, പ്രവാചകരെ പറയുക, ലാ തമുന്നു നിങ്ങൾ ദാക്ഷിണ്യമായി കാട്ടരുത്, അല്ലെങ്കിൽ കാട്ടേണ്ടതില്ല, അലയ്യ എൻ്റെ മേൽ, ഇസ്ലാമക്കും നിങ്ങളുടെ ഇസ്ലാമിനെ. എന്ന് പറഞ്ഞാൽ ഔദാര്യമായിട്ട് പറയേണ്ട ഒരു കാര്യമല്ല നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത്. ഔദാര്യമായിട്ട് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അത് ആർക്കാ ലഭിക്കുക? അതിൻ്റെത് അയാൾക്കാണ് ലഭിക്കുക, അല്ലാതെ പ്രവാചകനല്ല ലഭിക്കുക. അതിങ്ങനെ ഔദാര്യമായിട്ട് പറയുന്നതിൻ്റെ അർത്ഥം അയാൾ യഥാർത്ഥത്തിൽ ഇസ്ലാം മതം ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും. യഥാർത്ഥത്തിൽ ഇവിടെ ഔദാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അറാബിയെ സഹായിക്കുകയാണ്. നന്നായിട്ട് സഹായിച്ചു. അപ്പോൾ അയാൾ നേരെ നാട്ടിലേക്ക് ഓടുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ നാട്ടിലെ ആളുകളോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ പ്രവാചകനിൽ വിശ്വസിച്ചോടി, പ്രവാചകനിൽ വിശ്വസിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ദാരിദ്ര്യം ഏൽക്കൂല, അങ്ങനെ പ്രവാചകൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഔദാര്യം, അല്ലെങ്കിൽ പ്രവാചകൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് പ്രവാചകൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഔദാര്യമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ അറാബികളിൽ ഉണ്ടായിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഈ മന്നാൻ എന്ന് പറയുന്നത് അത് പടപ്പുകൾക്ക് പാടില്ല, ഔദാര്യം പറയാന്നുള്ളത്. അത് വലിയ തെറ്റ്, വലിയ തെറ്റാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. നാളെ പരലോകത്ത് വലിയ ശിക്ഷ ലഭിക്കാവുന്ന ഒരു തെറ്റാണ് നമ്മൾ ഔദാര്യം ചെയ്തത് എടുത്തു പറയാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവൻ മന്നാനാണ്, ഔദാര്യവാനാണ്. അവനക്കത് പ്രശ്നമല്ല. നമുക്ക് കാണാൻ കഴിയും, ഖിയാമത്ത് നാളിൽ തന്നെ, അല്ലെങ്കിൽ നമ്മളെ ചോദ്യം ചെയ്യുന്ന നാളിൽ തന്നെ നമ്മോട് ഇങ്ങനെ ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് ഞാൻ അത് തന്നില്ലയോ, നിങ്ങൾക്ക് ഞാൻ ആരോഗ്യം തന്നില്ലയോ, നിങ്ങൾക്ക് ഞാൻ സമയം തന്നില്ലയോ, നിങ്ങൾക്ക് ഞാൻ സമ്പത്ത് നൽകിയില്ലയോ, നിങ്ങൾക്ക് ഞാൻ കുടുംബം നൽകിയില്ലയോ, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല, അത് ചെയ്തില്ല എന്നിങ്ങനെ ചോദിക്കും. അത് അള്ളാഹുവിന് കഴിയും, അള്ളാഹുവിന് അങ്ങനെ ചെയ്യാം. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ഔദാര്യം ചെയ്തത് എടുത്തു പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു സഹായം ചെയ്തത് എടുത്തു പറയാൻ പാടില്ല എന്നതാണ് ആ ഒരു വിഷയത്തിൽ, മന്നാൻ എന്ന് പറയുന്ന വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് പറയാണ്, ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാനി ഇൻ കുൻതും സാദിഖീൻ.
ബലില്ല, എങ്കിലും അല്ലാഹു യമുന്നു അലൈക്കും, നിങ്ങളുടെ മേൽ ഔദാര്യമായി കാട്ടുന്നു, അൻഹദാക്കും, അവൻ നിങ്ങൾക്ക് മാർഗദർശനം ചെയ്തത്, ലിൽ ഈമാനി, സത്യവിശ്വാസത്തിലേക്ക്, ഇൻകുൻതും, നിങ്ങളാണെങ്കിൽ സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. അഥവാ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു നിങ്ങൾക്കാണ് ഔദാര്യം ചെയ്തു തന്നത്. എന്താണ് ഔദാര്യം? നിങ്ങൾ വിശ്വാസിയായി എന്നുള്ളതാണ് നമുക്കൊക്കെ ലഭിച്ച ഏറ്റവും വലിയ ഔദാര്യം. ഒരു പക്ഷേ ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, നമ്മളൊരു മുസ്ലിം കുടുംബത്തിലല്ലായിരുന്നു ജനിച്ചിരുന്നത് എങ്കിൽ, ആ ഒരു ഔദാര്യം നമ്മളിലേക്ക് വന്നെത്തിയിട്ടില്ല എങ്കിൽ, ഒന്നാമത്തെ ഔദാര്യം നമ്മൾ മുസ്ലിമായി ജനിച്ചു, രണ്ടാമത്തെ ഔദാര്യം നമ്മൾ അതിലൂടെ ജീവിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന് നമ്മൾ തയ്യാറായി, അല്ലെങ്കിൽ അതിലേക്ക് അള്ളാഹു നമുക്ക് ആ ഒരു ഔദാര്യം നമുക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എത്ര വലിയ നഷ്ടക്കാരുടെ കൂട്ടത്തിലായി പോകുമായിരുന്നു നമ്മൾ ആലോചിച്ച് നോക്കണം. ഔദാര്യത്തെക്കുറിച്ച് പറയുമ്പം നമുക്കൊരു ചരിത്രം കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു യുദ്ധാനന്തര സ്വത്ത് വിഹിതം വെക്കുന്ന സമയത്ത് പുതിയതായി മുസ്ലിമായ മക്കക്കാരായ ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ സ്വത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ചില അൻസാരികളായിട്ടുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടായി. അതെന്താ അങ്ങനെ കൊടുക്കാൻ കാരണം എന്നൊരു സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഹേ അൻസാരികളെ, മുഹമ്മദേ, നീ ഞങ്ങളിലേക്ക് വരുമ്പോൾ മക്കയിൽ നിന്ന് ഇറക്കപ്പെട്ടവനായിരുന്നു. ഞങ്ങളാണ് നിനക്ക് അഭയം നൽകിയത്, ഞങ്ങളാണ് നിനക്ക് സഹായം നൽകിയത് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അൻസാരികളോട് പ്രവാചകൻ പറയാണ്, എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ വഴികേടിലായിരുന്നു. ഞാൻ മുഖാന്തരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എന്ത് നൽകിയത്? ഹിദായത്ത് നൽകിയത്. ഞാൻ മുഖാന്തരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സമ്പത്ത് നൽകിയത്. നിങ്ങൾ ദാരിദ്ര്യത്തിലായിരുന്നു, നിങ്ങൾ തമ്മിൽ തല്ലുന്നവരായിരുന്നു. ഞാൻ മുഖാന്തരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ ഇണക്കം തന്നിട്ടുള്ളത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അല്ലാഹു നിങ്ങൾക്കാണ് ഔദാര്യം നൽകിയിരിക്കുന്നത്. നിങ്ങൾക്കൊരുപക്ഷെ തോന്നിയേക്കാം, നിങ്ങളുടെ പ്രവാചകനെ നിങ്ങൾ ഔദാര്യമായിട്ട് നിങ്ങളുടെ കിടപ്പുറം അല്ലെങ്കിൽ കിടക്കാൻ സ്ഥലം നൽകി, നിങ്ങൾ താമസിക്കാൻ മദീനയിലേക്ക് അവരെ ക്ഷണിച്ചു, ഇതൊക്കെ നിങ്ങളൊരു ഔദാര്യമായിട്ട് ചെയ്തതുപോലെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്കാണ് അള്ളാഹു ഔദാര്യം ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ മൂലം നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടി, മറ്റൊരുപാട് ഉന്നത പദവികൾ കിട്ടുകയാണ്. അപ്പോൾ ആ രൂപത്തിൽ മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പം അൻസാരികളായിട്ടുള്ള ആളുകൾ അവർക്ക് മനസ്സിലാവുകയാണ്. അവർ പറയാണ്, അള്ളാഹുവാണ് ഏറ്റവും വലിയ ഔദാര്യവാൻ എന്ന് പറയാണ്. അപ്പം ഔദാര്യം നമുക്ക് എടുത്തു പറയാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമുള്ള അസ്മാ വ സിഫാത്തിൽപ്പെട്ട ഒരു കാര്യമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ യഅലമു ഗൈബസ് സമാവാതി വൽ അർദ് വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ. നിശ്ചയമായും അല്ലാഹു യഅലമു ഗൈബസ് സമാവാതി വൽ അർദ്. എന്താ ഗൈബസ് സമാവാതി വൽ അർദ്? ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യം. അദൃശ്യം അറിയുന്നവനാണ് അസ്സമാവാതി വൽ അർദ്. അതായത് അവരുടെ മനസ്സിലുള്ളതറിയാം. എത്ര വരെ? നമ്മൾ ഒരു തെറ്റ് ചെയ്യാൻ മനസ്സിൽ വിചാരിക്കാം. ആ തെറ്റ് ചെയ്യാൻ മനസ്സിൽ വിചാരിച്ചാൽ അത് അള്ളാഹുവിനറിയാം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മനസ്സിൽ ഇങ്ങനെ തെറ്റ് ചെയ്യാൻ ഒന്നെങ്കിൽ വിചാരിക്കുക, അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ ഇങ്ങനെ തോന്നാണ്. ആ തെറ്റിൽ നിന്നും ആ മനുഷ്യൻ മാറിയെന്ന് കഴിഞ്ഞാൽ ആ മുസ്ലിമിന് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. എന്നാൽ അതേസമയം ആ തെറ്റ് ചെയ്യാൻ ആ മനുഷ്യൻ ഉറപ്പിച്ചു എന്ന് വിചാരിക്കാം, ആ തെറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എല്ലാം അറിയാം. ഒരു പക്ഷേ അതിനുള്ള ശിക്ഷയും ഇവിടുന്ന് തന്നെ കിട്ടും. ഒരു ചരിത്രം കാണാൻ കഴിയും. അസ്ഹാബുൽ ജന്നയുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റുന്ന ഒരു ചരിത്രമാണ്. തോട്ടത്തിൻ്റെ ഒരു സംഭവം. അതിൽ ഒരു വാപ്പയുടെ ചരിത്രമാണ്. ആ വാപ്പാക്ക് വലിയൊരു തോട്ടമുണ്ട്. വാപ്പ വലിയ ഔദാര്യവാനായിരുന്നു. ആ വാപ്പ വർഷത്തിൽ വിളവെടുക്കുന്ന സമയത്ത് 3 ഭാഗമാക്കും. അതിലൊരു ഭാഗം പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കും. അന്നേ ദിവസം ആ പാവപ്പെട്ട ആളുകൾ രാവിലെ അവിടെ എത്തും, അവർക്ക് കൊടുക്കും, അവർ തിരിച്ചു പോകും. അങ്ങനെയായിരുന്നു ആ വാപ്പ ചെയ്തിരുന്നത്. എന്നാൽ ഒരു ദിവസം ആ വാപ്പ മരണപ്പെടുകയാണ്. പിന്നീട് അയാളുടെ മക്കളാണ്. അങ്ങനെ ആ മക്കൾക്കറിയാം അടുത്ത ദിവസമാണ് വിളവെടുപ്പിൻ്റെ ദിവസം. സാധുക്കൾ വരുന്നു മക്കൾക്കറിയാം. മക്കൾ പ്ലാൻ ചെയ്യുകയാണെന്ത്, സാധുക്കൾ വരുന്നതിന് മുന്നേ അവിടെയുള്ള വിളകൾ കൊയ്തിട്ട് നമുക്കെന്ത് ചെയ്യാം, സാധുക്കൾ വരുമ്പോൾ ഒന്നുമില്ല എന്ന രൂപത്തിൽ ചെയ്യാം. അങ്ങനെ അവർ പ്ലാൻ ചെയ്തു.
അന്നേ ദിവസം പുലർച്ചെ അവർ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അതിരാവിലെ അവരവിടെ എത്തിയ സമയത്ത് അവർക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയെന്നാണ്. ഫഅസ്ബഹത് കസ്വരീം ഫതനാദൗ മുസ്ബിഹീൻ എന്ന് തുടങ്ങിയ ആയത്തുകളിൽ നമുക്ക് ഇതിൻ്റെ ചരിത്രം കാണാൻ കഴിയും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? അത് നശിപ്പിച്ച ആളെയാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മൾ മനസ്സിലൊരു തിന്മ ചെയ്യാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിനറിയാം. ആ തിന്മയിൽ നിന്ന് നമ്മൾ മാറുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അള്ളാഹു ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ശിക്ഷയും നൽകാം. വിശുദ്ധ ഖുർആനിൽ തന്നെ അതിനുള്ള തെളിവുണ്ട്. അപ്പോൾ ഗൈബ് അറിയുന്നവൻ, ആകാശഭൂമികളിലുള്ള ഗൈബ് അറിയുന്നവനാണ് അള്ളാഹു. ആ അള്ളാഹുവിനെ നിങ്ങൾക്ക് ഒരിക്കലും പറ്റിക്കാൻ കഴിയില്ല. നിങ്ങൾ പുറമെ വലിയ മുസ്ലിം ആയിക്കൊണ്ട് നടന്ന് ആളുകളെ കാണുമ്പോൾ സലാം പറഞ്ഞ് പിന്നെ 5 നേരം നിസ്കരിച്ച് ഒരാൾ അയാളെ നോക്കുമ്പോൾ ഒരടിക്ക് പറയണോ നല്ല തെക്കുവുള്ള മനുഷ്യനാണ്, മുത്തഖിയാണ്, 5 നേരം പള്ളിയിലുണ്ടാവലുണ്ട്, സലാം പറയും, നല്ല സ്വഭാവമുള്ള ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ അവൻ്റെ ഉള്ളെന്താണോ അതറിയുന്നവൻ അള്ളാഹുവാണ്. നിങ്ങൾക്ക് അള്ളാഹുവിനെ കബളിപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അല്ലാഹു ബസീറുൻ ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാണ് അള്ളാഹു. നമ്മളിങ്ങനെ നേരിട്ട് കാണാണ്, പക്ഷെ അള്ളാഹു കാണുന്നത് നമ്മുടെ ഹൃദയങ്ങൾ, നമുക്ക് കാണാത്ത പല സ്ഥലങ്ങളും അള്ളാഹുവിനെ കണ്ടറിയും. അള്ളാഹു ഗൈബ് അറിയാൻ കഴിവുള്ളവനാണെന്നാണ്. അപ്പം ഇത്രയും 18 ആയത്തുകളാണുള്ളത്. ഏകദേശം ഇത്തരം കാര്യങ്ങളാണ് ഈ സൂറത്തിലൂടെ പറയുന്നത്. നമുക്കിനി അർത്ഥമൊന്ന് വാക്കർത്ഥമായിട്ടൊന്നും മനസ്സിലാക്കാം, പിന്നീട് പാരായണം ചെയ്യാം. വാക്കർത്ഥം നിങ്ങൾ കയ്യാണെ പറയാം, ഞാൻ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് 2 പേർക്കും കൂടെ പറയാം. അപ്പം ഇന്നെടുത്ത ആയത്ത് എത്രാമത്തെ മുതലായിരുന്നു? 14. ഓക്കെ. ഖാലത്തിൽ അഅറാബു ആമന്ന. ഖാല പറഞ്ഞു, ഖാലത്തിൽ അഅറാബു അറാബികൾ പറഞ്ഞു, ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വലാ ഖുൽ പ്രവാചകരെ പറയുക എന്നാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് പ്രവാചകരെ പറയുക. ലം തുഅ്മിനു വലാകിൻ ഖൂലു എങ്കിലും അവർ പറയുന്നു അസ്ലംന. എന്ന് വെച്ചാൽ ആമന്ന എന്നാണ് അവർ പറയുന്നതെങ്കിൽ അവരോട് താങ്കൾ പറയുക അസ്ലംന, നിങ്ങൾ വിശ്വസിച്ചിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ കീഴൊതുങ്ങിയിട്ടേ ഉള്ളൂ. എന്താ മുസ്ലിമിൻ്റെ അർത്ഥം? കീഴൊതുങ്ങിയവൻ എന്നാണ്, സമർപ്പിച്ചവൻ. മുസ്ലിം എന്ന പദം യഥാർത്ഥത്തിലേക്ക് വരുമ്പം ജീവിതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവൻ എന്നാണ്. ഓക്കെ. വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും. എന്താ ദഖല യദ്ഖുലു? ദഖല പറഞ്ഞാൽ മാദിയാണ്, യദ്ഖുലു മുദാരിയാണ്. യദ്ഖുലു എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുന്നു എന്നാണ്. വലമ്മ പ്രവേശിച്ചിട്ടില്ല. ഒന്നിന് നെഗറ്റീവായിട്ട് പറയാൻ ലമ്മ ലൻ ല ഇതൊക്കെ ഉപയോഗിക്കാം. വലമ്മ യദ്ഖുലി പ്രവേശിച്ചിട്ടില്ല അൽ ഈമാൻ, ഈമാൻ ഫി ഖുലൂബിക്കും. ഖുലൂബ് എന്ന് പറഞ്ഞാൽ ഹൃദയമാണ്. ഖുലൂബിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയമാണ്. അവരുടെ ഹൃദയങ്ങളിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ല. വ ഇൻ തുതിഉ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം, ഇൻ എന്ന് പറഞ്ഞാൽ പക്ഷം, ആ ഒരു അർത്ഥം വരാം. ഇൻ തുതിഉ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം, അള്ളാഹുവിനെ റസൂലുഹു അള്ളാഹുവിൻ്റെ റസൂലിനെയും, ലാ യലിച്കും അവൻ നിങ്ങൾക്ക് ഒരു കുറവും വരുത്തുകയില്ല. ലാ യലിച്കും, യാ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ്, യലിത് കുറവ് വരുത്തൂല, കും നിങ്ങൾക്ക്. വലമ്മ ലാ യലിച്കും അവൻ നിങ്ങൾക്ക് കുറവ് വരുത്തുകയില്ല, അല്ലെങ്കിൽ നഷ്ടം വരുത്തുകയില്ല. അഥവാ അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം അവൻ നിങ്ങൾക്കൊരു നഷ്ടവും വരുത്തൂല. മിൻ അമാലിക്കും നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ കർമ്മങ്ങളിൽ നിന്ന്, ഷൈഅൻ യാതൊന്നും, ഒരു ഇഞ്ച് പോലും. ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു ഗഫൂറുൻ പൊറുക്കുന്നവനാണ്, റഹീം. ഗഫൂർ എന്ന് പറഞ്ഞാൽ വളരെ പൊറുക്കുന്നവനാണ്, ഏറ്റവും പൊറുക്കുന്നവൻ. റഹീം കരുണാനിധിയുമാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അസ്മാ വ സിഫാത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതൊന്ന് ഓതി നോക്കാം അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالت الأعراب آمنا അഅറാബു എന്നതുമ്പോൾ നല്ലൊരു സ്മൂത്തായിട്ട് ഇങ്ങനെ പോകുന്ന പോലെ അഅറാബ്. ഖാലത്തിൽ അഅറാബു ആമന്നാ قل لم تؤمنوا ولكن قولوا أسلمنا
ലാമിന് ശബ്ദുണ്ട്, പക്ഷേ നമ്മൾ നൂനിന് ശബ്ദം കൊടുക്കും പോലെ ലാമിന് കൊടുക്കരുത്. നൂനാണ് ഇന്ന പറയും, പക്ഷെ ലാമിന് കുല്ല ഒരു രണ്ടക്ഷരത്തിൻ്റെ പവർ കൊടുത്താൽ മതി. കുല്ലം തുഅ്മിനു, ഹംസക്ക് സുക്കൂന്, തുഅ്മിനു. ഖൂലൂ അസ്ലംന, ഖുല്ലം തുഅ്മിനു വലാകിൻ ഖൂലൂ അസ്ലംന. സീന് സുക്കൂന് വരുമ്പം ചെറുതായിട്ട് അസ്ലംന എന്ന് പറയുന്നതിന് പകരം അസ്ലംന അങ്ങനെ. നമ്മൾ ബിസ്മി ഓതൂല, ഒന്ന് ബിസ്മി ഓതേ. ബിസ്മി ആണോ, ബിസ്മില്ലാഹി ആ രൂപത്തിൽ. വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും. ദാല് ഏത് തജ്വീദിൻ്റെ നേതൃത്വപ്പെട്ട അക്ഷര? കുത്തുബുജ്ജദ്. അപ്പം ആ ദാലിന് സുക്കൂന് വന്നു കഴിഞ്ഞാൽ ബൗൺസിങ് ലെറ്റേഴ്സ് എന്ന് പറയാം. യദ്, യജ് ഹുലി എന്ന് പറയരുത്, യദ് യദ്. വലമ്മ മീമിന് ശബ്ദുണ്ട്, നന്നായിട്ട് കൊടുക്കുക. യദ് ഹുലിൽ ഈമാനു ഓതുമ്പോൾ യദ് ഹുലില്ലി പറയരുത് കേട്ടോ, യദ് ഹുലില്ലി പറയരുത്, യദ് ഹുലിൽ ഈ പറയണം. ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلتكم من أعمالكم شيئا. തുതീഉ എന്ന് പറയുമ്പോൾ ത ത രണ്ട് പെട്ടെന്ന് ട്രാൻസ്ഫർ ആവണം. തുതീഉ തു ത്വൈ ത ത്വൈ തു തുതീഉ. അതേപോലെ ലാ യലിത്കും മിൻ അ അ വരുമ്പോൾ ഹംസ എന്ന ഐനിക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ആണ്. അഅമാലികും ഷൈഅ, അവിടെ ഹംസത്തുൽ വസിൽ അല്ല തെൻവീൻ ഫതഹ വന്നതുകൊണ്ട് ഷൈഅ അങ്ങനെ നിർത്താം. وَإِن تُطِيعُوا اللَّهَ وَرَسُولَهُ لَا يَلِتْكُم مِّنْ أَعْمَالِكُمْ شَيْئًا. إِنَّ اللَّهَ غَفُورٌ رَّحِيمٌ. إنما المؤمنون الذين آمنوا بالله ورسوله ഇന്നമൽ മുഅ്മിനൂന പറഞ്ഞിരുന്നു യഥാർത്ഥ വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, ഈമാനുള്ള ആളുകൾ. അവരാരാണ്? അല്ലദീന ആമനു, വിശ്വസിക്ക, ബില്ലാഹി വറസൂലി, അള്ളാഹുവിലും. ഞാൻ സൂറത്ത് 8-ാം അധ്യായത്തിൽ 3 ഗുണങ്ങൾ പറഞ്ഞിരുന്നു, അത് ഓർമ്മയുണ്ടോ? 8-ാം അധ്യായത്തിൽ ഒരു മുഅ്മിൻ്റെ ഒരു 3 സവിശേഷതകൾ ഞാൻ പറഞ്ഞിരുന്നു. ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു യഥാർത്ഥ വിശ്വാസി എങ്ങനെ ആയിരിക്കണം? ഹൃദയം അള്ളാഹുവിനെ ഓർക്കുന്ന സമയത്ത് ഹൃദയങ്ങൾ വജിലത്ത് ഖുലൂബും, ഹൃദയങ്ങൾക്ക് പേടിയുണ്ടാവും. പിന്നെ ഞങ്ങൾ ക്ലാസ്സുകളൊക്കെ കേട്ട് വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റണ്ടോ? ഈമാൻ സാദത്തുഹും ഈമാന, ഈമാൻ വർദ്ധിക്കും. 3 തവക്കുലാക്കുന്ന ആളുകളാണ്, അതാണ് മുഅ്മിനീങ്ങൾ. നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ആയത്തറിയാം മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുന്നത്? ഏതെങ്കിലും? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണ് എന്ന് പറയുന്നത്. ഓക്കെ. ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله
സുമ്മ പിന്നെ എന്തിനു പിന്നെ എന്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ സുമ്മ വരുന്നത് ഇവിടെ? ഏത് വിഷയം പറഞ്ഞിട്ടാ? ഒരു വിശ്വാസി അള്ളാഹുവിന്റെ റസൂല് വിശ്വസിക്കുക, അതിന് ശേഷം സുമ്മ, പിന്നെ ലം യർതാബു, സംശയം ഉണ്ടായിരുന്നു. എന്താ അങ്ങനെ? ഇത് നമ്മുടെ യുക്തിയായിട്ട് യോജിക്കുന്നില്ലല്ലോ, അങ്ങനെ വരാൻ പാടില്ലല്ലോ എന്നൊരു ചിന്ത. ചില വിഷയങ്ങൾ യുക്തിവാദികൾ അങ്ങനത്തെ സാധനങ്ങൾ അടിച്ചിറക്കുക. അപ്പം നമുക്ക് തോന്നാം അതെന്താ അങ്ങനെ, ചന്ദ്രനെ പിളർക്കേ തോന്നാം, അതെന്താ അങ്ങനെ, വടി നിലത്തിട്ട് പാമ്പാവേ, അല്ലെങ്കിൽ ഇസ്രാ മിറാജ് ആകാശഭൂമികൾ ഒരു ദിവസം കൊണ്ട് അല്ലെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് പോയി വരെ, ഇങ്ങനെ തോന്നാം. പക്ഷെ ഒരു വിശ്വാസി എന്ന നിലയിൽ തുമ്മലം യർത്താബു, അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. അല്ല, എല്ലാം നമ്മുടെ എന്താണ് റൂഹ് കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണാത്തത് കൊണ്ട് ഇല്ല എന്നാണ്. അപ്പം എല്ലാം നമുക്ക് കാണണമെന്നോ നമുക്ക് അനുഭവിക്കാൻ കഴിയണമെന്നോ ഇല്ല എന്ന് വെച്ച് വിശ്വസിക്കാതിരിക്കുകയല്ല വേണ്ടത്. ഒരു വിശ്വാസിക്ക് പ്രവാചകൻ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, അള്ളാഹുവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എങ്കിൽ പ്രവാചകനും റബ്ബ് സുബ്ഹാനഹു വ തആലയും പറഞ്ഞു തന്ന കാര്യങ്ങളിലൊന്നും സംശയം ഉണ്ടാകാൻ പാടില്ല. അതിൽ സംശയം ഉണ്ടെങ്കിൽ എന്താ അതിനർത്ഥം? ഈ വിശ്വാസത്തിന് എന്തോ പ്രശ്നമുണ്ടെന്നാണ്. മനസ്സിലായില്ല? നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാൾ നമ്മോടൊരു കാര്യം പറഞ്ഞാൽ ഈ സൂറത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? അത് വിശ്വസിക്കാം. അല്ലാതെ ഒരു ഫാസിക്കാൻ കൊണ്ടുവരുന്ന നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. പക്ഷേ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ അയാൾ കൊണ്ടുവരും നമ്മൾ വിശ്വസിക്കുന്നില്ലേ, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് അയാൾ നമുക്ക് വിശ്വാസമാണ് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ അതാണ് സുമ്മലം യർതാബു വജാഹദു. ജിഹാദ്, എന്താ ജിഹാദ്? ധർമ്മസമരം. അന്നത്തെ ജിഹാദ് എന്തായിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് യുദ്ധത്തിനൊക്കെ പോയിട്ട് നമ്മൾ ജിഹാദ് എന്നൊക്കെ പറയില്ല. ഇന്നും ചില ആളുകൾ അങ്ങനെ മുദ്ര കുത്താറുണ്ട്, ജിഹാദിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യാന്ന് പറഞ്ഞാൽ ഷഹീദായ ആളുകൾ ചെയ്തതും ജിഹാദാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ജിഹാദാണ്. അഥവാ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെയും മറ്റും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റിവെക്കുക. അതാണ് വജാഹദു ബി അംവാലിഹിം വ അൻഫുസിഹിം. അവരുടെ പണം കൊണ്ടും ധനം കൊണ്ടും ശരീരം കൊണ്ടും. നമ്മുടെ ധനം നമ്മൾ ധാരാളമായി സമ്പാദിച്ചിട്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ 2.5% സക്കാത്താണ്. അത് നമ്മുടേതല്ല. യൂസുഫ് അലി പറഞ്ഞ പോലും നമ്മൾ പിന്നെ യൂസുഫ് അലിയൊക്കെ പറയുമ്പോൾ ഒരു മുഅ്മിനെ നമുക്ക് വലിയ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളങ്ങനെ ആയിരിക്കും. പക്ഷേ ഇസ്ലാമിനെ പുറത്തുനിന്ന് നോക്കി കാണുന്ന ഒരാൾ യൂസുഫ് അലി പറയാണ് നാം എങ്ങനെ ഈ രൂപത്തിലാവുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്പാദിക്കുന്നതിൽ നിന്ന് 2.5% എൻ്റെ മതം എന്നെ പഠിപ്പിച്ചു, അത് എനിക്കുള്ളതല്ല, അത് ബ്ലാക്ക് മണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ എത്ര പൈസയാണെങ്കിൽ, നമ്മളിപ്പോൾ 1 കോടി ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% ധനം വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിരിക്കും, പെർസെൻറ്റേജ് 2.5 ആണെങ്കിൽ. അപ്പോൾ അത് കൊടുക്കാൻ മടിയുള്ള ആളുകൾ പോലും നമുക്ക് കാണാൻ പറ്റേണ്ടത്. പക്ഷേ അത് നമ്മുടേതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അത് വേറൊരാളതാണ്, അത് നമ്മളെ ഏൽപ്പിച്ചാണ് കൊടുക്കാൻ. അതിന് പുറമേയുള്ള ജിഹാദ് സ്വതക്കകളും ദാനധർമ്മങ്ങളും ഒക്കെ. അപ്പോൾ ഇതുപോലും കൊടുക്കാത്ത ആളുകൾ പിന്നെ ദാനധർമ്മം ചെയ്യും. അപ്പോൾ നമുക്ക് അള്ളാഹു നൽകിയ ധനം അത് നമുക്ക് ഏറ്റവും ശരിക്കും ഉപയോഗപ്പെടുക എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ വേറൊരാൾക്ക് കൊടുത്താലാണ്. മറ്റേ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയാൽ ആ പണം പോയി, ഒരു ഭക്ഷണം കഴിച്ചാൽ അത് പോയി. പക്ഷേ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ വിശ്വാസിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ആ ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് ചിലപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ ഒരു മാസം ഇത്ര റുപ്യ നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്, നമ്മളതിനെപ്പറ്റി പിന്നെ ആലോചിക്കുന്നുണ്ടാവില്ല കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷെ നാളെ അള്ളാൻ്റെ അടുക്കൽ ഇങ്ങനെ വലിയ 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 ഒരു എമൗണ്ട് ആയിട്ട് നമ്മളിപ്പോൾ 1000 റുപ്യ ഉള്ളൂ വിചാരിക്കാം, നമ്മൾ 100 റുപ്യ സംഭാവന ചെയ്തു, അതായത് 10%. വേറൊരാളുടെ കയ്യിൽ 1 കോടി ഉണ്ട് വിചാരിക്കാം, അയാളൊരു 10,000 സംഭാവന ചെയ്യുന്നതിനേക്കാളും വലിയ കാര്യമാണ് നമ്മൾ ചെയ്യുന്ന 1000-100 കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എത്ര കൊടുത്തു എന്നല്ല നമുക്കറിയൂടെ. ഉമർ റളിയല്ലാഹുവും അബൂബക്കർ റളിയല്ലാഹുവും തമ്മിലുള്ള മത്സരം എപ്പോഴും ആ ചരിത്രം അറിയില്ല. അവർ എപ്പോഴും എല്ലാ കാര്യത്തിലും മത്സരിക്കും, സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് പറയാണ്, നിങ്ങളുടെ കയ്യിലുള്ള ധനം എന്താണോ അത് കൊണ്ടുവരാൻ പറയാണ്. ഇസ്ലാമിൽ പിന്നെ മുസ്ലിങ്ങൾക്കൊരു പ്രതിസന്ധി വന്ന സമയത്ത് അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയിട്ട് അവരാൽ കഴിയുന്നത് കൊണ്ടുവരും. അപ്പോൾ ആ സമയത്ത് ഉമർ റളിയല്ലാഹു ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇപ്രാവശ്യമെങ്കിലും അബൂബക്കർ റളിയല്ലാഹുവിനെ തോൽപ്പിക്കണം. കാരണം എപ്പോഴും അബൂബക്കർ റളിയല്ലാഹുവാണ് വിജയിക്കുക, ഇപ്രാവശ്യം എനിക്ക് വിജയിക്കണം. കാരണം
ആ സമയത്ത് ഉമർ അള്ളാഹുവിൻ്റെ കയ്യിൽ ഒരുപാട് ധനം ഉണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹുവിനെ ഉറപ്പിച്ചു ഞാൻ എന്തായാലും വിജയിക്കും. അങ്ങനെ പോയിട്ട് അയാൾ ഉമർ അള്ളാഹു തൻ്റെ കയ്യിലുള്ള ധനത്തിൽ നിന്ന് കുറേ കൊണ്ടുവന്നു. പ്രവാചകനോടത്തപ്പോൾ പ്രവാചകൻ ചോദിച്ചു എത്ര കൊണ്ടുവന്നു എന്നല്ല, എന്ത് ബാക്കി വെച്ചു ചോദിച്ചു. അപ്പം ഞാൻ ഈ കൊണ്ടുവന്നത് എത്രയാണ് അത്ര തന്നെ ബാക്കി വെച്ചിട്ടുണ്ട്, 50%. അപ്പോൾ ഉമർ അള്ളാഹു അബൂബക്കറിനെ കാത്തുക്കാണ്. അബൂബക്കർ കൊണ്ടുവന്നു, പ്രവാചകന് കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്തുണ്ട് ബാക്കി? അപ്പം ഉമർ അള്ളാഹു പറഞ്ഞു അബൂബക്കർ പറഞ്ഞു ഒന്നും ബാക്കിയില്ല, മുഴുവനും കൊണ്ടുവന്നു. അപ്പം അങ്ങനെ മത്സരിച്ചിരുന്ന ആളുകളാണ് അവർ. ഒരല്പം പോലും ദുനിയാവിനെ പറ്റി ചിന്തിക്കാത്ത ആളുകൾ. നമ്മൾ തുടക്കത്തിൽ പ്രവാചകൻ്റെ വീടും അതിൻ്റെ രണ്ടാമത്തെ തട്ടിൽ അവിടെയുള്ള കട്ടിലും ഇതിനൊക്കെ പറ്റി നമ്മൾ സംസാരിച്ചാണ്. അപ്പോൾ ആ രൂപത്തിലാണ് അവർ അള്ളാഹുവിൽ സമർപ്പിച്ചിരിക്കുന്നത് എല്ലാം. വജാഹദൂ ബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് ഉലൈക ഹുമുസ് സാദിഖൂൻ. ഉലൈക കൂട്ടർ തന്നെയാണ് സാദിഖൂൻ, സത്യവാന്മാർ. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ആരാണ്? അവരാണ് സത്യവാന്മാർ. ഇങ്ങനെയൊന്നും ചെയ്യാതെ മുഅ്മിനായി എന്ന് പറയുന്ന ആളുകൾ, അല്ലെ മുസ്ലിമാണ് എന്ന് പറയുന്ന ആളുകൾ, അവർ സത്യവാന്മാരാണോ എന്ന് നമ്മൾ പരിശോധിക്കാം. അപ്പം ഇത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലി സുമ്മ ലം യർതാബു വജാഹദൂ ബി അംവാലിഹിം വഅൻഫുസിഹിം. അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. അർത്ഥം പറഞ്ഞതിന് ശേഷം ഓതുമ്പം അർത്ഥം മനസ്സിലേക്ക് വരുന്നുണ്ടോ? അങ്ങനെ ഓതാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടോ. ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. قل أتعلمون الله بدينكم قل പ്രവാചകരെ പറയുക അതുഅല്ലിമൂന അല്ലാഹ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്വസ്റ്റ്യൻ വേർഡാണ്. അതേപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ടുവരില്ല, ഹൽ എന്നും എന്നും പറഞ്ഞാൽ അതുഅല്ലിമൂന അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണോ എന്നാണ് ചോദ്യം. എന്ത്? ബിദീനിക്കും, എന്തുകൊണ്ട്? നിങ്ങളുടെ ദീനിനെ കുറിച്ച്. എന്നിട്ട് അള്ളാഹു ആരാന്ന് പറയുന്നു? വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അതാണ് നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മെ സൃഷ്ടിച്ച അള്ളാഹു എന്ന് പറയുന്നത് ആകാശങ്ങളെയും ഭൂമിയെയും അതിനിടയിലുള്ളവയെയും ഒക്കെ കുറിച്ച് വ്യക്തമായി അറിയുന്നവനാണ്. ഖുൽ അതുഅല്ലിമൂന അല്ലാഹ ബിദീനിക്കും വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അങ്ങനെയാണ് നിർത്തട്ടോ. അർദ് ബാദ് എന്ന് പറഞ്ഞാൽ വലിയ അക്ഷരമാണ്, തഫ്ഖീമിൻ്റെ അക്ഷരമാണ് അർദ്. ഖുൽ അതുഅല്ലിമൂന അല്ലാഹ ബിദീനിക്കും വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. യമുന്നൂന അലൈക അൻ അസ്ലമൂ. യെസ്. يمنون عليك أن أسلموا قل لا تمنوا علي إسلامكم بل الله يمن عليكم أن هداكم للإيمان أن هداكم للإيمان إن كنتم صادقين.
യമുന്നൂന എന്തായിരുന്നു? അവർ വലിയ ഔദാര്യം കാണിച്ച രൂപത്തിൽ പറയാണ്, അലൈക്ക നിന്റെ മേൽ അൻ അസ്ലമു, അവർ ഇസ്ലാം സ്വീകരിച്ചത് പ്രവാചകന് വലിയ ഔദാര്യം ചെയ്തതുപോലെ പറയാണ്. മന്നാൻ ആരാ? ഔദാര്യവാൻ. ഖുൽ പ്രവാചകരെ പറയുക, ലാ തമുന്നു, എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ ദാക്ഷണ്യമായി കാട്ടരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഔദാര്യമായി കാട്ടരുത്. അലയ്യ എൻ്റെ മേലാണ്, അലയ്യ എൻ്റെ മേൽ, ഇസ്ലാമക്കും ആരുടെ ഇസ്ലാം? കും നിങ്ങളുടെ ഇസ്ലാം നിങ്ങൾ എൻ്റെ മേൽ ഔദാര്യമായി കാട്ടരുത്. ബലില്ലാഹു എങ്കിലും അല്ലാഹു, യമുന്നു അലൈക്ക, യമുന്നു അലൈക്കും. യഥാർത്ഥത്തിൽ എന്താ ഇവിടെ ഉണ്ടായിട്ടുള്ളത്? അള്ളാഹു നിങ്ങൾക്കാണ് ഔദാര്യം തന്നിട്ടുള്ളത്. അൻഹദാക്കും, എങ്ങനെ? നിങ്ങൾക്ക് മാർഗദർശനം നൽകിയത് വഴി, ഹിദായത്ത് നൽകിയത് വഴി അള്ളാഹു നിങ്ങൾക്കാണ് ഔദാര്യം തന്നിട്ടുള്ളത്. ലിൽ ഈമാനി, സത്യവിശ്വാസത്തിലേക്ക്. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നല്ലാഹ യഅലമു ഗൈബസ് സമാവാതി വൽ അർദ്, വല്ലാഹു ബസീറുൻ ബിമാ തഅമലൂൻ. അവിടെ വല്ലാഹു ബസീറും എന്ന് ഓതുമ്പം ബസീറും ബിമാ അല്ല, അതിൽ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് ഓതാൻ വല്ലാഹു ബസീറും ബി ബസീറും ബി അല്ല, എൻ്റെ ചുണ്ട് ശ്രദ്ധിക്കുക. ബസീറും ബി അതായത് അവിടെ ജസ്റ്റ് എന്താ പറയുക, ഒരു മുടിയുടെ നാരിൻ്റെ അത്രയും ഗ്യാപ്പ് ഇടാം. ഡയറക്റ്റ് ബസ്വീറും എന്ന് പറയുന്നതിന് പകരം ബസ്വീറും ബി. വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ. അല്ലാഹു യഅലമു ഗൈബസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയുള്ള അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവനാണ്. വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയാം. നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുന്നേ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അത് കണ്ടറിയാൻ സാധിക്കും. അപ്പം 18 ആയത്തുകൾ 49-ാം അധ്യായം അൽഹംദുലില്ലാഹ് ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. എന്നാൽ കഴിയുന്ന വിധം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എൻ്റെ കഴിവിൽ നിന്നും. അതേപോലെ നിങ്ങളാൽ കഴിയും വിധം പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ പഠിച്ച സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നമുക്ക് ഉപകാരപ്രദമാകുന്ന, നമ്മൾ ഈ ചെലവഴിച്ച സമയം നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന ഒരു സമയമാക്കി അള്ളാഹു അതിന് മാറ്റിത്തരുമാറാകട്ടെ. നാളെ പരലോകത്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതെപ്പോഴും നമ്മുടെ മനസ്സുകളിൽ നിലനിർത്തി തരട്ടെ. നിസ്കാരത്തിലൊക്കെ ഓതാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.